ഇന്ന് നമ്മൾ ഹൈഡ്രോളിക്സിൽ ഓറിഫിസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഫ്ലോ ത്രൂ ഓറിഫിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഓറിഫിസ് എന്ന് നോക്കാം. Orifice is a small opening of any cross section such as triangular or rectangular or circular fitted on the bottom or side of a tank through which a liquid is flowing. Orifice is a small opening of any cross section such as triangular, rectangular or circular fitted on the bottom or side of a tank through which liquid is flowing. അതിനാണ് ഓറിഫിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലോ ത്രൂ ഓറിഫിസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. Flow through orifice. ഒരു ടാങ്കിന്റെ ബോട്ടം ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ സൈഡിൽ ഫിറ്റ് ചെയ്തേക്കുന്ന സ്മോൾ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഓറിഫിസ് എന്ന് പറയുന്നത്. ഇതിന്റെ സൈഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഇതിനെയാണ് ഓറിഫിസ് എന്ന് നമ്മൾ പറയുന്നത്, സ്മോൾ ഓപ്പണിങ്. ഇതിൽ ഒരു നിശ്ചിത ലെവലിൽ വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പണിങ്ങിലൂടെ വാട്ടർ ഒരു ജെറ്റായിട്ട് പുറത്തേക്ക് ഫ്ലോ ചെയ്ത് പോകും. ആ ജെറ്റിന്റെ പ്രൊഫൈലാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. ജെറ്റ് ഇതിനകത്ത് എൻ്റർ ചെയ്ത് അതിനകത്ത് ആ ജെറ്റ് ഒന്ന് കോൺട്രാക്ട് ചെയ്ത് അത് അതിന്റെ മാക്സിമം കോൺട്രാക്ഷൻ വന്നതിന് ശേഷം ജെറ്റ് ഡൈവേർജ് ചെയ്ത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ താഴേക്ക് ഫ്ലോ ചെയ്യും. അതിനാണ് ഒരു ജെറ്റിന്റെ പ്രൊഫൈൽ ഈ ഓറിഫിസിനകത്ത് കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പം ഈ മാക്സിമം കോൺട്രാക്ഷൻ വരുന്ന ഭാഗത്തെ നമുക്ക് CC എന്ന് ഡിനോട്ട് ചെയ്യാം. ഇവിടുത്തെ ഏരിയ, ഈ CCയിലെ ഏരിയ എന്ന് പറയുന്നത് മിനിമം ഏരിയ ആയിരിക്കും. ബാക്കിയുള്ള ജെറ്റിന്റെ ഭാഗത്തെ അപേക്ഷിച്ചിട്ട് ഏറ്റവും മിനിമം ഏരിയ ആയിരിക്കും CCയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മിനിമം ഏരിയ വരുന്നത് ഈ ഒറിഫിസിന്റെ ഹാഫ് ദ ഡയമീറ്റർ പോർഷനിലായിരിക്കും ആ മിനിമം ഏരിയ ഉണ്ടായിരിക്കുന്നത്. ഒറിഫിസിന്റെ ഹാഫ് ദ ഡയമീറ്റർ പോർഷനിലായിരിക്കും ആ ജെറ്റിന് മിനിമം ഏരിയ ഉണ്ടാകുന്നത്. അത് ഏത് ഒറിഫിസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ CC ഡിനോട്ട് ചെയ്തേക്കുന്ന സെക്ഷനെ നമ്മൾ വേറൊരു പേരൂടെ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് വീന കോൺട്രാക്ട എന്നാണ് പറയുന്നത്. ആ മിനിമം ഏരിയ ഉള്ള ആ പോർഷന് വീന കോൺട്രാക്ട എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. At this section, ഈ മിനിമം ആയിട്ടുള്ള CC പറയുന്ന സെക്ഷനിൽ the streamlines are, ഇതിലൂടെ പോകുന്ന വാട്ടറിന്റെ ഫ്ലോ, the streamlines are straight and parallel to each other. അത് സ്ട്രീം ലൈൻസ് ഇതിലൂടെ പോകുന്ന ലെയറായിട്ട് പോകുന്ന ആ വെള്ളം എന്ന് പറയുന്നത് straight and parallel to each other and perpendicular to the plane of the orifice. Plane of the orifice perpendicular അതേപോലെ
ആ ഫ്ലോ എന്ന് പറയുന്നത് സ്ട്രെയിറ്റും അതേപോലെ പാരലൽ ടു ഈച്ച് അതറും ആയിരിക്കും. ബിയോണ്ട് ദിസ് സെക്ഷൻ, ഈ സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഫ്ലോ ഗെറ്റ് ഡൈവേർട്ടഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ. ഈ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഫ്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൈവേർജ് ചെയ്യും. ഡൈവേർജ് ചെയ്തിട്ടത് മൂവ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ ഡ്യൂ ടു ദ ഗ്രാവിറ്റി. ഗ്രാവിറ്റി കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പം ഈ വീന കോൺട്രാക്ട സെക്ഷനിലുള്ള കാര്യങ്ങളൊന്ന് പറയാം. വീന കോൺട്രാക്ട at this section the streamlines are straight and parallel to each other. And perpendicular to the plane of the orifice. ഈ സെക്ഷനെയാണ് വീന കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിലൂടെ ഒരു വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇതിനെ ഒരു ജെറ്റ് എന്നാണ് പറയുന്നത്. ജെറ്റ് ഓഫ് വാട്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ഫ്ലൂയിഡിന് ഇതിനകത്തൂടെ എൻട്രി ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിനൊരു വെലോസിറ്റി ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതൊരു വെലോസിറ്റി ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്ന വെലോസിറ്റി ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വെലോസിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലേക്ക് എത്തും. അതേപോലെ ഒരു ഡിസ്ചാർജ് ഈ പോർഷനിലൂടെ ഉണ്ട്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് ലിക്വിഡ് പെർ സെക്കൻഡ് ഈസ് കാൾഡ് ഡിസ്ചാർജ്. അതിനകത്തൂടെ പാസ് ചെയ്യുന്ന വോളിയം ഓഫ് ലിക്വിഡ് ഉണ്ട്, അതിനെ ഡിസ്ചാർജ് ഉണ്ട്. അത് കൂടാതെ ഈ ഭാഗത്ത് ഒരു കോൺട്രാക്ഷൻ ഉണ്ടായി ആ ജെറ്റ് മിനിമം ഏരിയയിലേക്ക് വരും, ചുരുങ്ങും എന്ന് പറഞ്ഞു. കോൺട്രാക്ഷൻ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഒറിഫിസിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്ത് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതേപോലെ റെസിസ്റ്റൻസ് ഒരു പ്രോപ്പർട്ടിയാണ്. ഇത്രയാണ് പ്രോപ്പർട്ടിയാണ് ജെറ്റിന് ഈ ഒറിഫിസിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവും. ഒരു വെലോസിറ്റി അതിൽ ഒരു മാറ്റം ഉണ്ടാവും. അത് വെലോസിറ്റി ഒരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ വോളിയം ഓഫ് ലിക്വിഡ് പാസിംഗ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഒരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ ഇതിന്റെ കോൺട്രാക്ഷൻ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ആണ്. ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ്. ഹൈഡ്രോളിക്സ് എന്താണെന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടെ പറയാം. ഹൈഡ്രോളിക്സ് may be defined as the branch of science which deals with the behavior of fluid either at rest or in motion through pipe or channel. അതാണ് ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പുതിയ ടൈം കോഎഫിഷ്യന്റ് ആണ്. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ it is a multiplying factor to measure a particular property. അതാണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് മെയിൻ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഫ്ലോ ത്രൂ ഒറിഫീസ് അല്ലെങ്കിൽ നോസിൽസിന്റെ കേസിലാണ് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം
ഇതിൽ നേരത്തെ തന്നെ പറഞ്ഞാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഒറിഫിസിനകത്തൂടെ ഒരു വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി ഉണ്ടായിരിക്കും, ആ ജെറ്റ് ഓഫ് ഫ്ലോയ്ക്ക് ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കും, അതേപോലെ അതിൻ്റെ ഒരു ഡിസ്ചാർജ് ഉണ്ടായിരിക്കും, അത് കൂടാതെ ഒരു ജെറ്റിനൊരു കോൺട്രാക്ഷൻ ഉണ്ടായിരിക്കും. കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഹാഫ് ദ ഡയമീറ്റർ, ഓറിഫിസിന്റെ ഒരു ഹാഫ് ദ ഡയമീറ്റർ കഴിഞ്ഞിട്ടാണ് ആ കോൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. കോൺട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇനി എന്താണ് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് എന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് 3 തരത്തിലുള്ള ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് ആണ് ഉള്ളത്. ഒന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി, 2 കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ, 3 കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. ഇതെല്ലാം ഒരു ഗുണക ഘടകങ്ങളാണ്. വെലോസിറ്റിയുടെ ഒരു ഗുണഘടകം, അല്ലെങ്കിൽ കോൺട്രാക്ഷന്റെ ഒരു ഗുണഘടകം, അതേപോലെ റേറ്റ് ഓഫ് ഫ്ലോയുടെ ഒരു ഗുണഘടകം, അല്ലെങ്കിൽ ഡിസ്ചാർജിന്റെ ഒരു ഗുണഘടകം. ഇത് ഗുണഘടകം എന്ന് പറയുമ്പോൾ മനസ്സിലായി കാണത്തില്ലായിരിക്കും. എന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. ഒരു എക്സാമ്പിൾ ആയിട്ട്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 100 മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതി, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 100 മാർക്കിന് പഠിച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് നമുക്ക് കിട്ടിയത്? നമുക്കൊരു 65 മാർക്ക് കിട്ടി. അപ്പം 100-ൽ നമുക്ക് 65 കിട്ടിയത്. അപ്പം നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലഭിച്ച മാർക്കും കിട്ടിയ മാർക്കും തമ്മിലുള്ള ആ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞാണ് 0.65 ആണ് നമുക്ക് കിട്ടിയ കോഎഫിഷ്യന്റ് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. നമ്മൾ ഒരു എക്സാം, അല്ലെങ്കിൽ ഹൈഡ്രോളിക്സിന്റെ ഒരു എക്സാം എഴുതി, 100 മാർക്കിന്റെ എക്സാം ആണ് എഴുതിയത്. 100 മാർക്കിൽ നമ്മൾ പഠിച്ചു, നമുക്ക് കിട്ടിയത് പക്ഷേ 65 കിട്ടും. നമുക്ക് എല്ലാം എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 നമുക്ക് ലഭിച്ച മാർക്ക് ഡിവൈഡഡ് ബൈ മൊത്തം മാർക്ക് 100. അപ്പം ഇത് തമ്മിലുള്ള ലഭിച്ച മാർക്കും മൊത്തം മാർക്കും തമ്മിലുള്ള റേഷ്യോയാണ് കോഎഫിഷ്യന്റ് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് പറഞ്ഞത്. ഇത് സാധാരണ നമ്മൾ പെർസെന്റേജ് മാർക്ക് എന്ന് പറയും. പെർസെന്റേജ് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലൂടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് പെർസെന്റേജിലേക്ക് മാറും. കോഎഫിഷ്യന്റ് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും 1-ൽ താഴെയായിരിക്കും, അല്ലെങ്കിൽ 1-ൽ താഴെയായിരിക്കും. അപ്പൊ അതേപോലെ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ velocity of jet at Vena contractor to theoretical velocity of jet. ഇതിനെയാണ് coefficient of velocity എന്ന് പറയുന്നത്. It is the ratio of actual velocity of jet at Vena contractor to theoretical velocity of jet. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന CV എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം CV is equal to actual velocity എന്ന് പറയുന്നത് V കൊണ്ട് ഡിറ്റർമിൻ ചെയ്യും, ഡിവൈഡഡ് ബൈ √2gh ആണ് തിയററ്റിക്കൽ വെലോസിറ്റി. തിയററ്റിക്കൽ വെലോസിറ്റി ഹെഡ് ഓഫ് വാട്ടറിനെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ലിക്വിഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് മെയിനായിട്ട്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് CV is equal to 0.2
0.95 to 0.99 ആണ് വരെയാണ് ഇത് വേരി ചെയ്യുന്നത്. ഇത് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. കാര്യം ഇത് രണ്ടിന്റെ യൂണിറ്റ് സെയിം ആണ്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. രണ്ടാമത്തെ കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് CC എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. It is the ratio of area at vena contracta to area of orifice. It is the ratio of area at vena contracta to area of orifice is called coefficient of contraction. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് CC എന്നാണ്. CC is equal to AC, a contraction, a vena contractiലുള്ള area divided by area of orifice is equal to area of jet at vena contracta divided by area of orifice. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് .61 നും 0.64 നും ഇടയിലായിട്ടായിരിക്കും വരുന്നത്. ഇത് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. രണ്ട് ഭാഗത്ത് ഏരിയ തന്നെയാണ്. അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് യൂണിറ്റ് രണ്ടും ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. It is the ratio of coefficient of discharge. It is the ratio of actual discharge to theoretical discharge. അതിനാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് CD എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. Therefore CD is equal to ആക്ച്വൽ ഡിസ്ചാർജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Q എന്ന ലെറ്റർ കൊണ്ടാണ്. Q ACT സ്മോൾ ACT ഡിവൈഡഡ് ബൈ Q TH എന്നാണ് ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് varies from 0.61 to 0.65 വരെയാണ് ഒറിഫിസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് വേരി ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിക്കകത്ത് തിയററ്റിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V is equal to √2gh എന്ന് പറഞ്ഞു. ഇതെങ്ങനെ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഒരു ടാങ്കിന്റെ ലോവർ സൈഡിൽ ഒരു ഒറിഫിസ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു നിശ്ചിത ഹെഡിൽ വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒറിഫിസിന്റെ സെന്ററിൽ നിന്ന് ടോപ്പ് സർഫസ് വരെ, ലിക്വിഡിന്റെ ടോപ്പ് സർഫസ് വരെയുള്ള ഹെഡ് എന്ന് പറയുന്നത് H എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതിലൂടെ ജെറ്റ് ഓഫ് ഫ്ലോ ഡൗൺവേർഡ് ഡയറക്ഷനിൽ നേരെ മൂവ് ചെയ്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ അത്
ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ രണ്ട് സെക്ഷൻ എടുക്കാം. ഈ മിനിമം ജെറ്റിന് ഏരിയ ഉള്ള ഒരു സെക്ഷൻ CC എന്നും ഈ സെക്ഷനെ നമുക്ക് 1 എന്നും എടുക്കാം. അപ്പം നോസിലാണെങ്കിലും ഓറിഫിസ് ആണെങ്കിലും ഇതെല്ലാം ഇതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ. അപ്പം നമുക്ക് ഈ രണ്ട് സെക്ഷനിലും ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കാം. ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ സെക്ഷൻ 1.1 ബെർണോളിസ് തിയറം P/ρg ഇത് സെക്ഷൻ 1 P/ρg പ്ലസ് P1 V1 square by 2g plus Z1 is equal to ഈ സെക്ഷൻ CC PC divided by ρg plus V2 VC square by 2g plus Z2 എന്ന് ഇങ്ങനെയാണ് ബെർണോളിസ് തിയറം വെച്ചിട്ട് ഈ രണ്ട് സെക്ഷനിലുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇതാണ് ടോട്ടൽ എനർജി. ഇനി ഇതിൽ ഇത് വലിയ ടാങ്കാണ്. വലിയ ടാങ്കിന്റെ ലോവർ പോർഷനിൽ വെള്ളം ഏകദേശം നിൽക്കുന്ന കണ്ടീഷൻ ആയിരിക്കും. അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം V1 square by 2g എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ സെക്ഷനിൽ വെലോസിറ്റി 0 ആയിരിക്കും. അതേപോലെ ഡാറ്റ Z1 എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഡാറ്റ ഒന്നാണ്. Z1 is equal to Z2 ആയിരിക്കും. ഇനി ഇവിടെ പ്രഷർ ഈ CC എന്ന് പറയുന്ന സെക്ഷനിൽ ജെറ്റ് നമ്മുടെ ഒറിഫിസിനകത്തൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ഹെഡ് ഓഫ് വാട്ടർ മൊത്തം അല്ലെങ്കിൽ ആ പ്രഷർ മൊത്തവും ആൾമോസ്റ്റ് എല്ലാം തന്നെ അത് വെലോസിറ്റി ഹെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷനില് പ്രഷർ ഹെഡ് PC/ρg എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ബാക്കി വരുന്ന ടേമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം P1 ഇനി ഒന്നുകൂടെ പറയാനായിട്ടുണ്ട്. P1/ρg എന്ന് പറയുന്ന ഹെഡ് ഓഫ് വാട്ടർ ആണ്. P1/ρg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? P1/ρg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒറിഫിസിന്റെ സെന്ററിൽ നിന്ന് മേളിലേക്കുള്ള ആ ടോപ്പ് സർഫസ് വരെ, വെള്ളത്തിന്റെ ടോപ്പ് സർഫസ് വരെയുള്ള ആ വാട്ടർ, ഹെഡ് ഓഫ് വാട്ടർ, ഹെഡ് ആണ്. അതിനെ നമ്മൾ സാധാരണ H എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം P1/ρg നമുക്ക് H എന്ന് ഡിനോട്ട് ചെയ്യാം പ്ലസ് V1 square by 2g. ഇവിടുത്തെ ഈ സെക്ഷൻ 1.1 വെലോസിറ്റി 0. ഈ ഡാറ്റം നമുക്കത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇവിടുത്തെ പ്രഷർ എനർജി അറ്റ് സെക്ഷൻ CCയിലെ പ്രഷർ എനർജി എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 0 ആണ്. പ്ലസ് ഇവിടെ ഈ പ്രഷർ ഹെഡ് മൊത്തം വെലോസിറ്റി ഹെഡ് ആയിട്ട് മാറുകയാണ്. അപ്പം VC square by 2g അവിടെ ഉണ്ട്. ഇത്രയാണ് വേണ്ടത്. അപ്പം H is equal to നമുക്ക് വരുന്നത് H is equal to VC square by 2g എന്ന് വരും. അപ്പം ആ സെക്ഷനിലുള്ള വെലോസിറ്റി നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് വരും. Therefore VC square is equal to 2gh. Therefore VC is equal to root of 2gh. ഇതാണ് VC എന്ന് ഞാൻ ആ സെക്ഷനിൽ പേര് C എന്ന് കൊടുത്തുകൊണ്ടാണ് VC എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സാധാരണ V is equal to root 2gh എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് തിയററ്റിക്കൽ വെലോസിറ്റി നമ്മൾ കണ്ടെത്തുന്നത്.